ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നവംബർ മാസം ഏകദേശം പകുതി പൂർണ്ണമായിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന നവംബർ മാസത്തിലെ പകുതി ദിവസങ്ങളിൽ വളരെ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള കുറേ മികച്ച സിനിമകൾ വരാനിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. വരുന്ന നവംബർ 14 വെള്ളിയാഴ്ച മുതൽ ഈ വാരത്തിലെ പുതിയ സിനിമകളുടെ റിലീസിംഗ് ആരംഭിക്കുകയാണ്. നവംബർ 14 വെള്ളിയാഴ്ച പ്രധാനമായും തിയേറ്ററിലെത്തുന്നത് ദുൽഖർ സൽമാൻ നായകനായ കാന്ത എന്ന സിനിമ തന്നെയാണ്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ 5 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമ സെൽവമണി സെൽവരാജാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കി തമിഴ് പ്രഭ, സെൽവമണി സെൽവരാജ് എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ദുൽഖർ സൽമാൻ, റാണ ദഗപതി, പ്രശാന്ത് പൊടലൂരി, ജോം വർഗീസ് എന്നിങ്ങനെയാണ്. റാണ ദഗപതി, സമുദ്രക്കണി, ഭാഗ്യശ്രീ ബോൾസെ, രവീന്ദ്ര വിജയ്, നിഴൽകൾ രവി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ്. ലെവലിൻ ആന്റണി ഗോൺസാൽവസ് ആണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയി. വിവിധ ഭാഷകളിലായി ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏകദേശം 1,20,00,000 പേരാണ് ഇതിനകം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിരിക്കുന്നത്. നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് അതിഭീകര കാമുകൻ. ഗൗതം തനിയിൽ, CC നിതിൻ എന്നിങ്ങനെ 2 പേരാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സുജയ് മോഹൻരാജാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ലുക്മാൻ അവറാൻ, ദൃശ്യ രഘുനാഥ്, മനോഹരി ജോയി, കാർത്തിക് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ശ്രീരാം ചന്ദ്രശേഖരനാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അജീഷ് ആനന്ദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ബിപിൻ അശോകാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ സുന്ദരിയെ എന്ന് തുടങ്ങുന്ന ഒരു അതിമനോഹര ഗാനം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട്. നവംബർ 14 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട റിലീസിംഗ് നവംബർ 21-നാണ്. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധയാണ് ഇതിൽ പ്രധാനപ്പെട്ട സിനിമ. GR ഇന്ദുഗോപന്റെ കഥയെ ആസ്പദമാക്കി GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിവരാണ് സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അരവിന്ദ് എസ് കശ്യപ്, രണദിവെ എന്നിങ്ങനെ 2 പേരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് സാരംഗ് എഡിറ്റിംഗും ജേക്സ് ബിജോയി സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ഷമ്മി തിലകൻ, പ്രിയമത കൃഷ്ണൻ, അനുമോഹൻ, പ്രമോദ് വെളിയനാട്, കോട്ടയം രമേശ്, രാജശ്രീ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ച് ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന എക്കോ എന്ന സിനിമയാണ് നവംബർ 21-ലെ രണ്ടാമത്തെ റിലീസ്. സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. സൂരജ് ES എഡിറ്റിംഗും മുജീബ് മജീദ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ കിഷ്കിന്താകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ദിഞ്ജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് എന്നിവർ ഒരുമിക്കുന്ന സിനിമയാണ് എക്കോ. വികർണൻ അശോക് തിരക്കഥ സംവിധാനം ചെയ്ത മാസ്ക് എന്ന തമിഴ് സിനിമ ഈ മാസം നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്നുണ്ട്. കെവിൻ, ആൻഡ്രിയ ജെറമിയ, റുഹാനി ശർമ്മ, ബാലശരവണൻ, ജോർജ് മരിയൻ, സുബ്രഹ്മണ്യം ശിവ എന്നിങ്ങനെയാണ് താരങ്ങൾ. വെട്രിമാരൻ നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് RD രാജശേഖറാണ്. R രാമർ എഡിറ്റിംഗും GV പ്രകാശ് കുമാർ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയെ കളങ്കാവൽ തിയേറ്ററിലെത്തുന്നത് നവംബർ 27-നാണ്. വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമാകുന്ന ഈ സിനിമ ജിതിൻ K ജോസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജിതിൻ K ജോസ്, ജിഷ്ണു ശ്രീകുമാർ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഫൈസൽ അലിയും പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളതും മുജീബ് മജീദ് തന്നെയാണ്. ജിബിൻ ഗോപിനാഥ്, മീര ജാസ്മിൻ, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, അസീസ് നെടുമങ്ങാട്, RJ സൂരജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. വേഫെയർ ഫിലിംസാണ് ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് ലിറിക്കൽ വീഡിയോ സോങ് ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് റിലീസിംഗ് ഉണ്ടാകും എന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കീർത്തി സുരേഷ് നായികയാകുന്ന റിവോൾവർ റീത്ത എന്ന തമിഴ് സിനിമ ഈ വരുന്ന നവംബർ 28-ന് തിയേറ്ററിലെത്തുന്നു. JK ചന്ദ്രുവാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. റെഡിൻ കിങ്സ്ലി, രാധിക, സൂപ്പർ സുബ്രായൻ, അജയ് ഘോഷ്, ജോൺ വിജയ്, കല്യാൺ മാസ്റ്റർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ദിനേശ് B കൃഷ്ണൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് പ്രവീൺ KLുമാണ്. ഷോൺ റോൾഡനാണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ വാരം മുതൽ ഈ മാസം അവസാനം വരെ തിയേറ്ററിലെത്തുന്ന സിനിമകളിൽ ഏത് സിനിമകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രധാനമായും കാത്തിരിക്കുന്നത് എന്ന അഭിപ്രായം പങ്കുവയ്ക്കുക. ഇതിൽ ദുൽഖറിന്റെ സിനിമയുണ്ട്, പൃഥ്വിരാജിന്റെ സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ സിനിമയുണ്ട്. ഇതിലേതെല്ലാം സിനിമകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ പോകും എന്നുള്ള അഭിപ്രായവും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായാലും വീഡിയോ സംബന്ധമായും സിനിമകളെ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനി വിളിക്കുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.